ബഹുമാനപ്പെട്ട സബീഹ് ഇബ്നു റബീഅ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു സംഭവം കാണാം. ഞാൻ എൻ്റെ ഉസ്താദായ ഹസൻ ബസ്രി തങ്ങളുടെ അടുത്ത് ഇരിക്കുക. പല ആളുകളും ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് വന്ന് പല പ്രയാസങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഒരാൾ വന്നിട്ട് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞത്, ഉസ്താദ് അവറുകളെ, വീട്ടിൽ ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്, അങ്ങ് ദുആ ചെയ്യണമെന്ന്. അയാളോട് പറഞ്ഞു, നിങ്ങൾ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളൂ, നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും നീങ്ങും എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, നാട്ടിൽ മഴയില്ലാതെ വലിയ പ്രയാസമാണ്, ഞങ്ങളുടെ കൃഷിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നു, കന്നുകാലികളൊക്കെ വെള്ളം കിട്ടാതെ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യണം. ഹസൻ ബസ്രി തങ്ങൾ അയാളോടും പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളൂ, പരിഹാരം ഉണ്ടാകും. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, സാമ്പത്തിക പ്രയാസമാണ്, പ്രതിസന്ധിയാണ്, അങ്ങ് ദുആ ചെയ്യണം. അയാളോട് പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളൂ, പരിഹാരം ഉണ്ടാകും. വേറൊരാൾ ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി തങ്ങളുടെ അടുക്കൽ വന്നു. അയാൾ പറഞ്ഞത് സന്താനങ്ങളില്ല, മക്കളില്ല, അങ്ങ് ദുആ ചെയ്യണമെന്ന്. അയാളോടും പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളൂ, പരിഹാരം ഉണ്ടാകും. റബീഉ ബിൻ സബീഹ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പല പ്രശ്നങ്ങൾ പരിഹാരം ഒന്ന്, എല്ലാവർക്കും ഒരേ പരിഹാരം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനാണ് പറയുന്നത്, അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ നിന്ന് ധാരാളം ചൊല്ലാനാണ് പറയുന്നത്. ഞാൻ ഉസ്താദ് അവരോട് ചോദിച്ചു, അല്ല ഉസ്താദ് എന്താണ് ഇങ്ങനെ? ഉസ്താദ് പറഞ്ഞു, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു അങ്ങനെയല്ലേ പറഞ്ഞത്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളൂ, അവൻ ഏറെ പൊറുക്കുന്നവനാണ്, അവൻ നിങ്ങൾക്ക് നല്ല മഴ നൽകും, മാത്രമല്ല നല്ല സമ്പത്തും നല്ല സന്താനങ്ങളെയും നൽകും, നല്ല തോട്ടങ്ങളും ആ തോട്ടങ്ങൾക്കിടയിലൂടെ അരുവികൾ ഒഴുകുന്നതായ രീതിയിൽ നല്ല സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ അള്ളാഹു ചെയ്തു തരും എന്ന് അള്ളാഹ് പറഞ്ഞതല്ലേ, അതാണ് ഞാൻ പരിഹാരമായി നിർദ്ദേശിച്ചത് എന്ന് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. എന്നാണ് സത്യവിശ്വാസികളെ, നമുക്കും എന്ത് പ്രയാസം വന്നാലും ഇസ്തിഗ്ഫാർ ധാരാളമായി ചൊല്ലുക, അതിന് പരിഹാരം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.